എരുമേലി പേട്ടതുള്ളലിനായി അമ്പലപ്പുഴ സംഘം പുറപ്പെട്ടു. സമൂഹ പെരിയോൻ എന്ന ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലാണ് സംഘം പുറപ്പെട്ടത്. 12-നാണ് എരുമേലി പേട്ടതുള്ളൽ. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ഏറ്റവും പുതിയ വിവരങ്ങൾ. കിഴക്കേ ഗോപുരനടയിൽ നിന്നാണ് എരുമേലി പേട്ടതുള്ളലിനായി അമ്പലപ്പുഴ സംഘം പുറപ്പെട്ടത്. സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ 250-ലധികം അയ്യപ്പന്മാരുണ്ട്. എന്തായാലും രാവിലെ വലിയ സ്വീകരണ ചടങ്ങുകളൊക്കെ പല ഇടങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങിയാണ് 100ഓളം ക്ഷേത്രങ്ങളിൽ നിന്നുള്ള സ്വീകരണ ചടങ്ങുകളും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ അമ്പലപ്പുഴ സംഘം എരുമേലിയിൽ എത്തുന്നത്. രാവിലെ 7 മണിയോടുകൂടി തന്നെ ക്ഷേത്രം മേൽശാന്തി കണ്ണമംഗലം കേശവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിടമ്പ് പൂജ ആരംഭിച്ചു. തുടർന്ന് 7:30 മണിയോടുകൂടി പൂജിച്ച തിടമ്പ് സമൂഹ പെരിയോന് കൈമാറി. തുടർന്ന് രഥത്തിൽ, പ്രത്യേകം അലങ്കരിച്ച രഥത്തിൽ തിടമ്പ് സ്ഥാപിച്ച് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും 51 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിനൊപ്പം യാത്രയ്ക്ക് മുന്നോടിയായി 24 ആഴിപൂജകളും ഒക്കെ പൂർത്തിയാക്കിയാണ് അമ്പലപ്പുഴ സംഘം എരുമേലി പേട്ടതുള്ളലിനായി പുറപ്പെട്ടത്. 10-ആം തീയതി മണിമല ക്ഷേത്രത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ആഴിപൂജയുണ്ട്. ആ ആഴിപൂജയ്ക്ക് ശേഷമായിരിക്കും 12-ാം തീയതി ഈ സംഘം എരുമേലിയിലേക്ക് പ്രവേശിക്കുക. തുടർന്ന് എരുമേലി ക്ഷേത്രത്തിലും ബാവര് പള്ളിയിലും ഒക്കെ ദർശനം നടത്തിയതിനു ശേഷം 12-നാണ് പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. ശരി, എരുമേലി പേട്ടതുള്ളലിനായി അമ്പലപ്പുഴ സംഘം പുറപ്പെട്ടു. ജനുവരി 12-നാണ് എരുമേലി പേട്ടതുള്ളൽ. നിഷ ദിലീപാണ് വിശദാംശങ്ങൾ നൽകിയത്.